പല വെൽനസ് ബ്രാൻഡുകളും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല മൂവ്മെന്റുകളും പല രീതിയിലും അവർ അതിനെ പ്രകടമാക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ലേഡി ഡോക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വ്യത്യസ്തമാകുന്നതും സമൂഹത്തിന് അതിന് എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക? വെൽനസ് ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഇന്നത്തെ ആരോഗ്യ മേഖലകൾ കൂടുതലും പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ്. ലേഡി ഡോക്ടർ തിരിച്ച് ശരിക്കും പറഞ്ഞാൽ ലേഡി ബേസ്ഡ് ആണ്. രണ്ടാമത് ഇന്നിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് പോലും, ആരോഗ്യം എന്ന് പറയുന്ന വാക്ക് പോലും ശരിക്കും ആരോഗ്യത്തെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, അരോഗം എന്ന് പറയുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. രോഗമില്ലായ്മയാണ് ആരോഗ്യം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. അതായത് ഇഫ് യു ആർ ഹെൽത്തി എന്ന് പറയുന്നത് എപ്പോഴാണ്, എനിക്ക് അസുഖമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ആരോഗ്യവാനാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ രോഗമില്ലാത്ത അവസ്ഥയും ആരോഗ്യ അവസ്ഥയും രണ്ടാണ്. അപ്പോൾ ഇത് തിരിച്ച് അറിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം രോഗമില്ലാത്ത അവസ്ഥയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്, അത് പറയുമ്പോൾ അരോഗം എന്ന് പറയുന്ന അവസ്ഥയെ ആരോഗ്യമായിട്ട് തെറ്റിദ്ധരിച്ച് മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ സ്ത്രീയുടെ ആരോഗ്യ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു അരോഗാവസ്ഥയും ആരോഗ്യാവസ്ഥയും ആരോഗ്യാവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ ആയുർവേദ പോലത്തെയുള്ള ടെക്സ്റ്റുകൾ എടുത്താൽ പോലും ഒരു 80 to 90% അവരുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്വസ്ഥവൃത്തമാണ്. എന്ന് പറയുമ്പോൾ വെൽനസ് ആണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അതിൻ്റെ പാർട്ടായിട്ട് വളരെ ചെറിയ ശതമാനം മാത്രമാണ് ഇൽനെസ് വരുന്നത്. പക്ഷേ ഇന്ന് നേരെ തിരിച്ച് ഇൽനെസ് മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ മറ്റു പ്രൊജക്റ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റിലേക്ക് മൊത്തം ഓഡിയൻസിനെ കൊണ്ടുവരുന്ന ഒരു സമീപനവും കമ്മ്യൂണിക്കേഷനുമാണ്. നമ്മൾ തിരിച്ച് എല്ലാ പ്രൊഡക്റ്റുകളിൽ നിന്നും സ്ത്രീകളെ അകറ്റി നിർത്താൻ വേണ്ടി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അഡ്വൈസുകളും കാര്യങ്ങളുമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലേഡി ഡോക്ടേഴ്സിന് ഈ ഒരു പ്രൊജക്റ്റായിട്ട് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും? അതേപോലെ നമുക്ക് എന്ത് സപ്പോർട്ടാണ് അവർക്ക് നൽകാൻ സാധിക്കുന്നത്? നിലവിലുള്ള ഡോക്ടേഴ്സിന് നമ്മളുമായിട്ട് സഹകരിക്കാൻ ഇറ്റ് ഈസ് ലൈക്ക് ഓപ്പൺ വിൻഡോ. കാരണം നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് കെയറിൽ ഡെഫിനിഷൻസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് വരുന്ന ലീഡ്സ് ആൻഡ് എൻക്വയറീസ് നമ്മളത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫിസിക്കൽ കൺസൾട്ടേഷന് വേണ്ടി വാസ്റ്റ് നെറ്റ്വർക്കിൻ്റെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു റിക്വയർമെൻ്റാണ് മാർക്കറ്റിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സുമായിട്ട് നമ്മൾ സഹകരിക്കുക എന്നുള്ളത്. തിരിച്ച് അതേപോലെ തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനാണെങ്കിലും കൂടുതൽ ഫുട്ഫോൾ, അതായത് പേഷ്യൻസ് വരിക, കൂടുതൽ ബിസിനസ് ഉണ്ടാകുക എന്നുള്ള നിലവിലും നമ്മളുമായിട്ട് സഹകരിക്കുന്ന അവർക്കും പ്രയോജനം ചെയ്യും. അങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷനുള്ളൊരു അസോസിയേഷനാണ് നിലവിലുള്ള ഡോക്ടേഴ്സ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ നടക്കാൻ സാധ്യതയുള്ളത്. കൂടാതെ നമ്മുടെ ഈ മാർക്കറ്റിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ റീജിയണൽ പോപ്പുലർ ആവുന്നു. നമ്മളെല്ലാ ഡോക്ടേഴ്സിൻ്റെയും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ അഡ്രസ്സുകൾ കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മറ്റു പല ആക്ടിവിറ്റീസും ഓരോ ക്ലിനിക് ബേസ്ഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ റീജിയണൽ പോപ്പുലർ ആകുകയും ബേസിക്കലി ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് നടക്കുകയും ചെയ്യും ആ ഡോക്ടറിനെ.